അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്തെ പരമ്പരാഗതമായ കണക്കുകൂട്ടലുകളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഇറാൻ ഒരു അസാധാരണ മൈൻഡ് ഗെയിം കളിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. കേൾക്കുന്നവർക്ക് വിചിത്രമെന്ന് തോന്നുമെങ്കിലും ട്രംപിന്റെ പെരുമാറ്റ രീതികളും ചിന്താഗതികളും മുൻകൂട്ടി പ്രവചിച്ച് അതിനനുസരിച്ച് നയതന്ത്ര സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ ഇറാൻ രണ്ട് മുതിർന്ന മനഃശാസ്ത്രജ്ഞരെ വിന്യസിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വെറും രാഷ്ട്രീയമോ സൈനികമോ ആയ തന്ത്രങ്ങൾക്കപ്പുറം ഒരു ഭരണാധികാരിയുടെ മനസ്സ് വായിച്ചെടുത്ത് കരുക്കൾ നീക്കുന്ന ഈ അപൂർവ നീക്കം അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഡ്രാപ്പ് സൈറ്റ് പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നയതന്ത്ര ചർച്ചകളിൽ ട്രംപിന്റെ പെരുമാറ്റവും ആശയവിനിമയ ശൈലിയും സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണ് ഈ മനഃശാസ്ത്രജ്ഞരുടെ പ്രധാന ചുമതല. ഇറാൻ സ്വീകരിച്ച ഈ അത്യപൂർവ മനഃശാസ്ത്ര യുദ്ധത്തിന്റെ പിന്നിലെ യഥാർത്ഥ കഥ പരിശോധിച്ചാൽ ആധുനിക നയതന്ത്രത്തിന്റെ പുതിയ മുഖമാണ് വ്യക്തമാകുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വെറും ഉപരിവിപ്ലവമായ രാഷ്ട്രീയ വിലപേശലുകൾ മാത്രം പോരെന്നും മറിച്ച് എതിർപക്ഷത്തിരിക്കുന്ന നേതാവിന്റെ മാനസികാവസ്ഥയും പ്രതികരണ ശൈലിയും കൃത്യമായി മനസ്സിലാക്കുന്നത് നിർണായകമാണെന്ന വിലയിരുത്തലാണ് ഇറാൻ ഈ തീരുമാനത്തിലെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾക്കായി ട്രംപിന് കൈമാറുന്ന ഔദ്യോഗിക സന്ദേശങ്ങളുടെ ഭാഷ, ടോൺ, അവ അവതരിപ്പിക്കുന്ന രീതി എന്നിവയെല്ലാം ഈ രണ്ട് മനഃശാസ്ത്ര വിദഗ്ധരുടെ കർശനമായ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലുമാണ് രൂപപ്പെടുത്തുന്നത്. ഏപ്രിലിൽ നടന്ന ആദ്യഘട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് ഈ മനഃശാസ്ത്രജ്ഞരെ ഇറാന്റെ ഔദ്യോഗിക ഉപദേശക സംഘത്തിൽ രഹസ്യമായി ഉൾപ്പെടുത്തിയതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ചർച്ചാരേഖകൾ തയ്യാറാക്കുമ്പോൾ ഇവരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചെന്നും ഈ തന്ത്രം നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇറാൻ അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായി തുടങ്ങിയെന്നും ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിലുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ അപ്രവചനീയമായ ആശയവിനിമയ ശൈലി ഏറെക്കാലമായി ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ കുഴക്കുന്ന ഒന്നാണ്. പെട്ടെന്നുള്ള നയപ്രഖ്യാപനങ്ങളും കടുത്ത ഭാഷയിലുള്ള പരാമർശങ്ങളും സാമൂഹിക മാധ്യമങ്ങളുടെ നേരിട്ട് നടത്തുന്ന പ്രതികരണങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയുടെ സവിശേഷതകളാണ്. പരമ്പരാഗത നയതന്ത്ര ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കാതെ ട്രംപിന്റെ ഈ രീതിയെ മറികടക്കാൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ തന്നെ ആയുധമാക്കുക എന്നതായിരുന്നു ഇറാന്റെ തന്ത്രം. അതുകൊണ്ട് തന്നെ ട്രംപിലേക്ക് എത്തുന്ന ഓരോ സന്ദേശത്തിന്റെയും അവതരണത്തിന് ഇറാൻ അതീവ പ്രാധാന്യം നൽകിയിരുന്നു. ഇതിനിടെ ഈ വർഷം ആദ്യം പുറത്തു വന്ന റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേയിലും ട്രംപിന്റെ ഈ പെരുമാറ്റ ശൈലിയെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ ഗണ്യമായൊരു വിഭാഗം ആളുകൾ കരുതുന്നത് ട്രംപിന്റെ നിലപാടുകൾ പലപ്പോഴും അസ്ഥിരമാണെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കടുത്ത അനുയായികൾ ഈ അതിവേഗ തീരുമാനങ്ങളെയും നേരിട്ടുള്ള ആശയവിനിമയത്തെയും ഒരു ശക്തനായ നേതാവിന്റെ ലക്ഷണമായാണ് വിലയിരുത്തുന്നത്. 2025 ജനുവരിയിൽ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം വ്യാപാര തീരുവകൾ, കുടിയേറ്റ നിയന്ത്രണങ്ങൾ, പശ്ചിമേഷ്യൻ വിദേശ നയം എന്നിവയിലെല്ലാം ട്രംപ് എടുത്ത അതിവേഗ തീരുമാനങ്ങൾ ആഗോളതലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇത്തരമൊരു മനഃശാസ്ത്ര പഠനത്തിന് മുതിർന്നത്. ഇറാൻ മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായം തേടിയെന്ന ഈ അവകാശവാദം പൂർണ്ണമായും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അമേരിക്ക ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. എന്നിരുന്നാലും അന്താരാഷ്ട്ര നയതന്ത്രം എന്നത് കേവലം മേശപ്പുറത്ത് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ മാത്രമല്ലെന്നും അതിൽ മനുഷ്യരുടെ പെരുമാറ്റശാസ്ത്രത്തിനും മനഃശാസ്ത്രപരമായ വിശകലനങ്ങൾക്കും എത്രത്തോളം നിർണായക പങ്കുണ്ടെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതോടെ മാത്രമേ ഈ അണിയറ നാടകങ്ങളുടെ പൂർണ്ണരൂപം വ്യക്തമാകുകയുള്ളൂ.